നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സംഖ്യയാണ് 12 എന്ന സംഖ്യ. ഏഞ്ചൽ നമ്പർ എന്നറിയപ്പെടുന്ന ഈ സംഖ്യ കൈവിരലിൽ എഴുതി അതിലൂടെ കാര്യസാധ്യം നേടിയെടുക്കുന്നതിനെ പറ്റി മുൻപ് ഒരു അധ്യായത്തിൽ നാം വിശദമായി പരാമർശിച്ചിരുന്നു. അപ്രകാരം ചെയ്തതിലൂടെ പല വ്യക്തികൾക്കും അതിൻ്റെ ഫലം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലഭിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷവും ചില വ്യക്തികൾക്ക് ഈ 12 എന്ന സംഖ്യ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റി ചില സംശയങ്ങളും, അതുപോലെ തന്നെ ഈ ഒരു സംഖ്യ എഴുതിയാൽ കാര്യസാധ്യം നടക്കുമോ എന്നുള്ള ചിന്തയും ഉള്ളതിനാൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും നിങ്ങളോട് വിശദമായി കുറച്ച് കാര്യങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ 12 എന്ന സംഖ്യ കൈവിരലിൽ എഴുതിയതിനു ശേഷം അതിൻ്റേതായ ഗുണഫലങ്ങൾ അനുഭവിച്ചറിഞ്ഞ ചില വ്യക്തികൾ നേരിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും ഇതിലൂടെ വ്യക്തമായി പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഈ അധ്യായം തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായി കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ സംശയങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഇതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ സാമ്പത്തികമായ ഉന്നമനങ്ങളാണ് ആഗ്രഹിക്കുന്നത് എങ്കിലും അതല്ല നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എന്ത് തരത്തിലുള്ള ആഗ്രഹമാണെങ്കിലും അത് സഫലീകരണത്തിലേക്ക് എത്തിക്കുവാനായി ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതേണ്ടത് നിങ്ങളുടെ ഇടതു കൈയുടെ മോതിരവിരലിലാണ്. അതും രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയത്തിനുള്ളിൽ തന്നെ വേണം നിങ്ങൾ ഇത് എഴുതുവാൻ. എഴുതുന്ന സമയത്ത് നിങ്ങൾ എഴുതുവാനായി ഉപയോഗിക്കേണ്ടത് നീലമഷിയുള്ള പേനയോ അതല്ല എന്നുണ്ടെങ്കിൽ പച്ചമഷിയുള്ള പേനയോ ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾ ഈ 12 എന്ന സംഖ്യ എഴുതി അരമണിക്കൂർ സമയത്തേക്ക് നിങ്ങളുടെ കയ്യിൽ എഴുതിയിരിക്കുന്നത് മാഞ്ഞു പോകാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, ഇത് എഴുതിയിട്ട് ഒരു 5 സെക്കൻഡ് സമയമെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ നടന്നു കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം. ഇനി കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി മുൻപ് ഒരു അധ്യായത്തിൽ പറഞ്ഞിരുന്നതിനാൽ തന്നെ ഇനി അതെല്ലാം ആവർത്തിക്കുന്നില്ല. ആ അധ്യായം കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ആ വീഡിയോ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു അധ്യായത്തിൽ ഏറ്റവും പ്രധാനമായി നിരവധി ആളുകൾക്ക് നിലനിന്നിരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരേ സമയം എഴുതുവാൻ പാടുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരേ സമയത്ത് 2 കാര്യങ്ങളോ അതിൽ കൂടുതൽ കാര്യങ്ങളോ ആഗ്രഹിക്കുവാൻ പാടില്ല. നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒരേ ഒരു ആഗ്രഹം മനസ്സിൽ ചിന്തിക്കുകയും അതുപോലെ തന്നെ അത് കിട്ടുമെന്ന് 100% വിശ്വസിച്ച് മനസ്സിൽ ഒന്ന്
പ്രാർത്ഥിച്ച് എഴുതിയിരിക്കുന്നത് മായാതെ അരമണിക്കൂർ സൂക്ഷിക്കുകയും ചെയ്യുക. അതുമാത്രമല്ല, ഇത് 21 ദിവസം കൃത്യമായി തുടർന്നിരിക്കണം. ഇനി രണ്ടാമതായിട്ട് കൂടുതൽ ആളുകളും ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്, ഒരു ദിവസം നിങ്ങൾ എഴുതിയിട്ട് രണ്ടാമത്തെ ദിവസം നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം മറന്നു പോവുകയാണെങ്കിൽ പിന്നീട് അവിടെ നിന്ന് തുടരുവാൻ പാടില്ല. അപ്രകാരം മറന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒന്നാമത്തെ ദിവസം മുതൽ വീണ്ടും 21 ദിവസം തുടരേണ്ടതായിട്ടാണ് വരുന്നത്. എങ്കിൽ മാത്രമേ ഫലം കാണുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ പല വ്യക്തികൾക്കും ഉള്ള ഒരു സംശയമാണ്, എല്ലാ ദിവസവും ഒരേ സമയം തന്നെ എഴുതണം എന്നുണ്ടോ എന്നുള്ളത്. എന്നാൽ അങ്ങനെ ഒരു നിയമം ഇതിൽ ഇല്ല. 21 ദിവസം തുടർച്ചയായി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള ഏതൊരു സമയത്തിനുള്ളിലും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. അതിൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഇനി അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ വെറുതെ പറയുന്നതാണെന്നും ഇതൊന്നും നടക്കുവാൻ പോകുന്നില്ല എന്ന് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് കുറച്ച് ആത്മവിശ്വാസം പകരുവാനും നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റേതായ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളതിൻ്റെ തെളിവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. അതായത് ഇതിന് മുൻപ് ചെയ്ത അധ്യായത്തിൽ നിരവധി വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ വളരെ അത്ഭുതം എന്നതുപോലെ ചില കാര്യങ്ങൾ ഈ 12 എന്ന ഏഞ്ചൽ നമ്പർ എഴുതിയതിനു ശേഷം സംഭവിച്ചു എന്നുള്ളത് അവർ തന്നെ എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായി ഒരു വ്യക്തി അനുഭവമായി പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അതായത് മുൻപത്തെ അധ്യായം കാണുകയും അതിനുശേഷം 3:15 അവർ 12 എന്ന ഏഞ്ചൽ നമ്പർ കൈവിരലിൽ എഴുതുകയും ഏകദേശം 5:30 ആയപ്പോഴേക്കും അവർ ആഗ്രഹിച്ച സന്തോഷ വാർത്ത അവർക്ക് അറിയുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമതൊരാൾ എഴുതിയിരിക്കുന്ന അനുഭവം, ഈ ഏഞ്ചൽ നമ്പർ കൈവിരലിൽ എഴുതിയതിന് ശേഷം 10 ദിവസമായി മിണ്ടാതെ പിണങ്ങിയിരുന്ന ഒരു വ്യക്തി അവരോട് സംസാരിച്ചു എന്നുള്ളതാണ്. അതായത് മനുഷ്യ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും മനസമാധാനം കെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ അത് നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് സത്യമാണ്. ഇനി അടുത്തയാൾ എഴുതിയിരിക്കുന്നത് 3 ദിവസം ഇത് എഴുതിയപ്പോൾ തന്നെ ആഗ്രഹിച്ച കാര്യം നടന്നു എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരാളും എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വ്യക്തി എഴുതിയിരിക്കുന്നത് ഈ ഏഞ്ചൽ നമ്പർ എഴുതി 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് ഒരു തുക കയ്യിൽ കിട്ടി എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാര്യം വിശ്വാസത്തോടെ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം എത്രത്തോളമുണ്ടോ അതിനനുസരിച്ച് നിങ്ങളിലേക്ക് അതിൻ്റെ ഫലം ലഭിക്കുവാനുള്ള ദൈർഘ്യം കുറയും എന്നുള്ളതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളവർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി അടുത്തതായി ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് 27 വർഷമായി ഏഞ്ചൽ നമ്പർ ജീവിതത്തിലെ പല ആവശ്യങ്ങൾക്കുമായി എഴുതുകയും അതിലൂടെ വളരെ വ്യത്യസ്തമായ ജീവിത നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുമാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിത വിജയങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഈ ഏഞ്ചൽ നമ്പർ നിങ്ങൾക്ക് തീർച്ചയായും
സഹായകരമായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തതായി ഒരു വ്യക്തി എഴുതി അറിയിച്ചിരിക്കുന്നത് അവർക്ക് ഈ 1212 എന്ന ഏഞ്ചൽ നമ്പർ എഴുതിയ ദിവസം തന്നെ 2000 രൂപ ലോട്ടറി സൗഭാഗ്യം സിദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി 20,000 രൂപ ഈ ഏഞ്ചൽ നമ്പർ എഴുതി സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്കായും അതുപോലെ തന്നെ മാനസിക സന്തോഷത്തിനായും ജീവിതത്തിലെ ഏത് മേഖലയിലുള്ള കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ കാണുന്ന അടുത്ത ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ ഏഞ്ചൽ നമ്പർ എഴുതിയ ഉടനെ ഒരു സന്തോഷ വാർത്ത ഈ വ്യക്തിയെ തേടിയെത്തി എന്നുള്ളതാണ്. അതായത് ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും സന്തോഷമുള്ള ഒരു വാർത്ത കേൾക്കുവാൻ കൊതിക്കുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിശ്വാസത്തോടെ ഈ ഏഞ്ചൽ നമ്പർ എഴുതുക. മാത്രമല്ല പല വ്യക്തികളും തുടർച്ചയായി വീണ്ടും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ഏത് കയ്യിലാണ് ഇത് എഴുതേണ്ടത് എന്ന്. ഈ ഏഞ്ചൽ നമ്പർ എഴുതേണ്ടത് ഇടതു കൈയുടെ മോതിര വിരലിൽ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു വ്യക്തി എഴുതിയിരിക്കുന്നത് 1212 എന്ന ഏഞ്ചൽ നമ്പർ 5 ദിവസം എഴുതി കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് 30,000 രൂപ സമ്മാനം ലഭിച്ചു എന്നുള്ളതാണ്. ഓരോ വ്യക്തികൾക്കനുസരിച്ച് നിങ്ങൾക്ക് കാര്യസാധ്യം നടന്നു കിട്ടുന്ന ദിവസങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമെങ്കിലും നിങ്ങൾക്ക് ഇതിലൂടെ 100% കാര്യസാധ്യം ഉറപ്പാണ്. ഇനി അടുത്ത വ്യക്തിയും എഴുതിയിരിക്കുന്നത് ഇത് എഴുതി പണം കയ്യിൽ വന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി എഴുതിയ അന്നത്തെ ദിവസം തന്നെ ഫലം ലഭിച്ചു എന്നുള്ളതും എഴുതി അറിയിച്ചിട്ടുണ്ട്. ഇത് ഫലം ലഭിച്ചവരിൽ ചിലർ എഴുതി അറിയിച്ച കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് ഇപ്പോൾ പങ്കുവച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു കാരണവശാലും ഒരു അന്ധവിശ്വാസമല്ല. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും മനുഷ്യരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുവാനായി ഒന്നുചേരുകയും ഈ പ്രപഞ്ചശക്തിയുടെ കാരുണ്യം മുഴുവനായി നിങ്ങളിലേക്ക് വന്നെത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് തീർച്ചയായും സ്വന്തമാക്കുവാനും കഴിയും. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം അധികരിക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസത്തോടെ ഈ ഒരു ഏഞ്ചൽ നമ്പർ കൈവിരലിൽ എഴുതുവാനും കൂടുതൽ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനും സഹായകമാകും. ഇനി ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻപത്തെ അധ്യായം കാണുകയോ അതല്ല എന്നുണ്ടെങ്കിൽ എഴുതി അറിയിക്കുകയോ ചെയ്യാവുന്നതാണ്. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.